വർഗീസ്, പ്രൊഫസർ മോഹൻ വർഗീസ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ദീർഘകാലമായി നടത്തിയ ഒരു ശ്രമം 2012 മുതലുള്ള 12 വർഷമായുള്ള ഒരു ശ്രമമാണ് തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കുക എന്ന് പറയുന്നത്. അത് വലിയ വിജയം കണ്ടിരിക്കുന്നു. നേരത്തെ ശ്രീ രാജ്ഭവനൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ വളരെ നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു, ഭീകര സംഘടനകളുടെ. അതൊക്കെ വളരെ കൃത്യമായ അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈ തഹാവൂർ റാണ. അതിലേക്ക് വെളിച്ചം വീശും അയാളുടെ ചോദ്യം ചെയ്യൽ എന്ന് കരുതാം അല്ലേ? അങ്ങനെ വേണം കരുതാൻ. വെളിച്ചം വീശുമെന്ന് പറയാനുള്ള പ്രധാന കാരണം ടെറർ എന്ന് പറയുന്നത്, ഭീകരത എന്ന് പറയുന്നത് വലിയൊരു നെറ്റ്വർക്കാണ്, രാഷ്ട്രാന്തര ശൃംഖലയാണ് ആഗോള ഭീകരതയ്ക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ആ കണ്ണിയിലെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് തഹാവൂർ റാണ. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും പാക് വംശജരായ അമേരിക്കൻ പൗരന്മാർ എന്ന നിലയിൽ അവർ പല ആവർത്തി ഭാരതത്തിൽ വന്ന് ഇന്ത്യയിലെ വിവിധ സിറ്റികളിൽ, വിവിധ ഇടങ്ങളിൽ തമ്പടിച്ച് അവിടെയൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തിക്കാൻ സാധ്യതയുള്ള, എന്നാൽ അണ്ടർഗ്രൗണ്ടിലുള്ള സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം വളരെ വ്യാപകമായി ഒരുപക്ഷെ ഉണ്ടാവും. ഇതിന്റെ അടിത്തട്ടിലേക്ക്, നൈവേരിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും തഹാവൂർ റാണയിൽ നിന്നും ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ള വിലപ്പെട്ട ഇൻഫർമേഷൻ ഒരു മുതൽക്കൂട്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ടാണ് തഹാവൂർ റാണ എന്ന ബിഗ് ഫിഷ്, തീരെ ചെറിയൊരു ഭീകരനല്ല പിടിയിലായിരിക്കുന്നതും ഇന്ത്യയിൽ എത്തിയിരിക്കുന്നതും. അതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ ഉജ്ജ്വലമായ വിജയം, ആഗോള ഭീകരതയ്ക്കെതിരെ യോജിച്ചുള്ള പോരാട്ടത്തിൽ ഭാരതവും അമേരിക്കയും കൈകോർക്കുന്ന രംഗം കണ്ടു. അമേരിക്കയിലെ തന്നെ നിയമവ്യവസ്ഥിതിക്ക് പുറത്ത് പ്രസിഡന്റിന് വേണമെങ്കിൽ അമേരിക്കൻ പൗരനെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നത് തടയാമായിരുന്നു. പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം പ്രതീക്ഷാ നിർഭരമായ ഒരു സമീപനമാണ് ഉണ്ടായത്. അങ്ങനെ ഈ തഹാവൂർ റാണ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യക്ക് ഏറെ ആശ്വാസം, ആഹ്ലാദം, അഭിമാനം. അതിനുള്ള കാരണം പാകിസ്ഥാൻ കണക്ഷൻ വ്യക്തമായി സ്ഥിരീകരിക്കുകയാണ്. മുൻപ് തന്നെ നമുക്കറിയാം തഹാവൂർ റാണയുടെ പാക് കണക്ഷനെ കുറിച്ചറിയാം. പക്ഷെ പാകിസ്ഥാനിൽ ഡീപ്ലി എൻട്രെഞ്ച്ഡ് ആയ ഒരു ടെറർ ക്വാഡ്രാങ്കിൾ ഉണ്ട്. അതിലൊരു വശത്തെ ഭരണ നേതൃത്വമാണ്, പിന്നീട് ആർമി, പാകിസ്ഥാൻ സൈന്യം ഇതിൽ നേരിട്ടും അല്ലാതെയും ഇടപെടുന്നുണ്ട്. പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ്, അതോടൊപ്പം തന്നെ ലഷ്കർ-ഇ-തോയ്ബ എന്ന ഭീകര സംഘടന, ഇതിന്റെ എല്ലാം ചേർന്ന പ്രവർത്തനമാണ് 26/11/2008 എന്ന ബോംബെ ഭീകരാക്രമണത്തിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ 166 പേരുടെ മരണത്തിന് കാരണമായ ഈ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാൾ, അദ്ദേഹം ഭാരതത്തിലേക്ക് വരികയാണ്. കാരണം അമേരിക്കയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന സുരക്ഷാ ഭീഷണി മാത്രമാണ് അവിടെ കാര്യമായി വിചാരണ ചെയ്യുക. പക്ഷേ ഭാരതത്തിനുണ്ടായ സുരക്ഷാ വെല്ലുവിളിയും ഭീഷണിയും തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള കണക്ഷനും എല്ലാം തന്നെ അനർത്ത് ചെയ്യണമെങ്കിൽ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയനുസരിച്ച്, നിയമവാഴ്ചയനുസരിച്ച് അദ്ദേഹം ഇവിടെ വിചാരണ ചെയ്യപ്പെടണം. അതിനുള്ള വഴിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ ഒരു വി ആർ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എ ഹ്യൂജ് ഐസ്ബർഗ്. അതുകൊണ്ട് ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമാണ് തഹാവൂർ റാണ. ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാനായി പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ കാര്യകാരണ സഹിതം, തെളിവ് സഹിതം ഹാജരാക്കാനും ഷോക്കേസ് ചെയ്യാനും ഭാരതത്തിന് കിട്ടുന്ന ഒന്നാന്തരം അവസരമാണ് തഹാവൂർ റാണയുടെ ഇങ്ങോട്ടുള്ള എക്സ്ട്രഡിഷൻ. മാത്രമല്ല, ഇതൊരു സീരീസ് ഓഫ് എക്സ്ട്രഡിഷൻ അറേഞ്ച്മെന്റ്സിന്റെ തുടക്കമായി വേണമെങ്കിൽ കരുതാം. ഏറെക്കാലമായി നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഈ ഇന്ത്യക്ക് കിട്ടാനുള്ള ആളുകളെ, അത് ദുബായിൽ തമ്പടിച്ചിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹർപത്വന്ത് സിംഗ് പന്നു എന്ന അമേരിക്കൻ പൗരൻ, അല്ലെങ്കിൽ സിഖ് ഭീകരൻ, ഖലിസ്ഥാൻ ഭീകരവാദി ആയിക്കൊള്ളട്ടെ, അതുപോലെ നിജാറിനെ പോലെയുള്ള കനേഡിയൻ തമ്പടിച്ച ആളുകളായിക്കൊള്ളട്ടെ, ഇവരെയൊക്കെ വിട്ട് കിട്ടാനായി ഏറെ സമ്മർദ്ദം ഭാരതം ചെലുത്തിയെങ്കിലും അതെല്ലാം പലപ്പോഴും ഈ കടലിലെ ഒരു തുള്ളിയായി മാറി. പക്ഷെ ഇപ്പോഴിതാ ഒരു വമ്പൻ സ്രാവ് ഇന്ത്യയുടെ വലയിൽ കുരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ അമേരിക്ക നേരിട്ട് ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഖലിസ്ഥാൻ ഭീകരതയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിലും കാനഡയിലും അമേരിക്കയിലുമായി തമ്പടിച്ച ഏതാനും പേരുകളാണ് ഇനി അടുത്ത അജണ്ടയിലുള്ളത്. പാകിസ്ഥാനുമായി ഏതായാലും എക്സ്ട്രഡിഷൻ അറേഞ്ച്മെന്റ് നടക്കില്ല എന്നത് വ്യക്തമാണ്. കാരണം പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന നിലയിൽ ഒരു ഭീകരനെയും പാകിസ്ഥാനിൽ നിന്ന് കിട്ടില്ല, അല്ലെങ്കിൽ അവർ അവരുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവരെ വിചാരണ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കാനഡയുടെ കാര്യം അങ്ങനെയല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കാര്യം അങ്ങനെയല്ല, ബ്രിട്ടന്റെ കാര്യം അങ്ങനെയല്ല. ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ
കരാറുകളുണ്ട്, എക്സ്ട്രഡിഷൻ ട്രീറ്റീസ്. നമുക്ക് 42 രാജ്യങ്ങളുമായി ഭാരതത്തിന് ഇങ്ങനെയുള്ള കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള കരാറുണ്ട്. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, മറ്റ് നിയമ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അത് സാധ്യമല്ലാതെ ഇരുന്നത് ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ആത്യന്തികമായി മുംബൈ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 166 പേരുടെ കുടുംബാംഗങ്ങളോട് നീതി കാട്ടേണ്ടതുണ്ട്. അവർക്ക് ഈ അവസ്ഥ വരുത്തിവെച്ച കാരണഭൂതൻ, പ്രധാനപ്പെട്ട ബുദ്ധികേന്ദ്രം ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും വൈകി എത്തിയ നീതി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഭാരതം ഉണർന്നു പ്രവർത്തിക്കുന്നു. അത് മാത്രമല്ല, ഭാരതം മറ്റ് രാജ്യങ്ങളുടെ ഭൂമിയിൽ കടന്നു ചെന്ന് ഭാരതത്തിന്റെ താല്പര്യം അവിടെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് തിച്ചാർ വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുമ്പോൾ പാകിസ്ഥാൻ മണ്ണിൽ ഏറെ പേരാണ്, ഭാരതം തേടിക്കൊണ്ടിരിക്കുന്ന ഏറെ പേരാണ് പാക് മണ്ണിൽ വെടിയേറ്റ് മരിച്ചത്. അതിനൊക്കെ ഇന്ത്യയുടെ നേരിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന്, മേൽനോട്ടമുണ്ട് എന്ന് കരുതാനാവില്ല. എങ്കിൽ പോലും ഇന്ത്യയുടെ താല്പര്യങ്ങളെ വിദേശ രാജ്യങ്ങളിൽ സംരക്ഷിക്കാൻ ഏജൻസും ഉണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഇസ്രയേൽ ഒരു കാലത്ത് ചെയ്തിരുന്ന ആ റേഞ്ചിലേക്ക് ഭാരതത്തിന്റെ ഓപ്പറേഷണൽ ഡൈനമിക്സ് എത്തി. ഫോറിൻ പോളിസി ഓപ്പറേഷണൽ ഡൈനമിക്സ് അത് എത്തി എന്നത്. അതോടൊപ്പം തന്നെ നയതന്ത്ര രംഗത്തെ ഈ വിജയം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഭാരതം അവഗണിക്കാനാവാത്ത ഒരു ഇന്റലിജൻസ് പവറായി മാറിയിരിക്കുന്നു, അവഗണിക്കാനാവാത്ത നയതന്ത്ര ശക്തിയായി മാറിയിരിക്കുന്നു. അത് ഭാരതത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രാധാന്യത്തെ ദ്യോതിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് അതെന്ന് കരുതാം. തീർച്ചയായും ശ്രീ മോഹൻ വർഗീസ് ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും കനത്ത സുരക്ഷയിലാണ് രാജ്യതലസ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിചാരണ നടപടികൾ ആരംഭിക്കും, ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു നൽകും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തഹാവൂർ